ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തന്നെ ചില വ്യക്തികൾക്ക് മറ്റേ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് 560/21, 19/22, 24/22. അതായത് കോപ്പറേറ്റീവ് സെക്ഷനിലേക്ക് തന്നെയാണ്. റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, പിന്നെ ഫിഷറീസിൻ്റെ ഇതായിട്ട് ബന്ധപ്പെട്ടുള്ളത്, പിന്നെ ഹാൻഡ്ലൂം വീവിംഗ് സെക്ഷനിലേക്ക്. അതിലേക്ക് വാക്കൻസികൾ വളരെ കുറവാണ് എങ്കിലും അതിലേക്ക് അത്യാവശ്യം കുറച്ച് വിരലിൽ എണ്ണപ്പെടാവുന്ന കുറച്ച് ആൾക്കാർ തന്നെ ട്രയലിന് ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിന് ലിസ്റ്റ് വന്നതുകൊണ്ട് അതിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളും ചോദിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഡേറ്റിൻ്റെ തലേദിവസം എൻ്റെ തൊട്ട് മുന്നിലെ ദിവസങ്ങളായ ഏത് ദിവസമാണ് വേണ്ടി എന്നുള്ളൊരു ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഡേറ്റ് അലോട്ട്മെൻറ്റ് ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ എടുത്തിട്ടൊന്ന് വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകും. 7 ഗിയർ വണ്ടിയാണ് എല്ലാവരുടെയും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 7 ഗിയർ വണ്ടിക്ക് പ്രാധാന്യം കൊടുക്കുക. 7 ഗിയർ വണ്ടി കേരളത്തിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളുകളിലും ഇല്ല, എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഇത് 2019 മുതൽ തന്നെ ഇതിനെ ഞാൻ നേരത്തെ കണ്ടുകൊണ്ട് എൻ്റെ അടുത്ത് ഇത് ആക്കിയിട്ടുണ്ടായിരുന്നു, 7 ഗിയർ വണ്ടി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഇപ്പോൾ റോഡ് ടെസ്റ്റിന് കണ്ടു. അതായത് പല ആൾക്കാരും ഗിയർ ഇടാൻ പറ്റും. നിങ്ങൾക്കറിയാം, ഈ എക്സൈസ് ഡ്രൈവർ പങ്കെടുത്ത നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾ എക്സൈസ് ഡ്രൈവർ ഇതിൽ പങ്കെടുത്തതാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഗിയറിന് സെക്കൻഡ് ഗിയറിൽ ഇടുമ്പോഴും സെക്കൻഡിൽ തേർഡ് ഇടുമ്പോഴും ഉള്ള ഒരു പ്രശ്നം, അതേപോലെ തന്നെ 5-ൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡൗൺ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ നിങ്ങൾ ഡൗൺ ചെയ്യുമ്പോഴും നിങ്ങൾ ഫേസ് ചെയ്ത കുറച്ച് പ്രോബ്ലങ്ങൾ ഉണ്ടാവും. അത് 7 ഗിയർ വണ്ടി ഓടിച്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് തീരുള്ളൂ. ഇത് നേരത്തെ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഈ വണ്ടി 2019 ഇറക്കിയത്. അന്ന് പറയുമ്പോൾ അതിനത്ര ഇതുണ്ടായിരുന്നില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം ഇതിൻ്റെ ആവശ്യം വരും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിപ്പോൾ കൂടുതൽ വണ്ടികളും KSRTC ഡിപ്പോയിലുള്ളത് ആ വണ്ടി ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതും കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും മഴ വരുന്നു. അപ്പോൾ ഇത് കൂടുതലൊന്നും പറയണ്ട. നമുക്ക് ആവശ്യമുള്ളവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ടാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഐ ആം ജഗദീഷ് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗുഡ് ബൈ.